കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുമേഖലാ ബാങ്ക് ഉദ്യോഗസ്ഥർക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പരിശീലന പരിപാടിക്കെതിരെ ബാങ്ക് ജീവനക്കാരുടെ സംഘടന രംഗത്ത് വന്നു. മിഷൻ കർമ്മയോഗി പരിശീലന പരിപാടിയുടെ ഉള്ളടക്കം മൃദു ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുന്നതാണെന്നാണ് അവരുടെ ആരോപണം. ധനകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകുമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് SS അനിൽ 24-നോട്. ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ട ഹിന്ദുത്വ അജണ്ട അവരുടെ ഇന്ത്യയിലൊട്ടാകെ അടിച്ചേൽപ്പിക്കുന്നതിനുള്ളൊരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അജണ്ട ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവനക്കാർക്കിടയിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഇടപാടുകാർ ഒരുപാട് പേര് വരുമ്പോൾ ഇന്ന് രാജ്യത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പല പരിപാടികൾ അതെല്ലാം ജനങ്ങളിലേക്ക് ഈ ജീവനക്കാർ മുഖാന്തരം എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ട്രെയിനിങ്ങുകൾ നടക്കുന്നത്. ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ ബാങ്കിലെ ജീവനക്കാർക്കുമുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഈ കർമ്മയോഗി എന്നുള്ള ഒരു പ്രത്യേക പരിപാടി. ഇത് ഏകദേശം ഒരു 510 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഇത് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളിലാണ് നടപ്പാക്കുന്നത്. അതായത് കാനറ, SBI തുടങ്ങിയിട്ടുള്ള ബാങ്കുകളിലാണ് നടപ്പാക്കുന്നത്. ഇപ്പോൾ ഇതിനെതിരെയാണ് ഈ കർമ്മയോഗി മിഷൻ എന്നുള്ള ഒരു പരിശീലന പരിപാടിക്കെതിരെയാണ് ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് പഠിക്കേണ്ടത്. നിർബന്ധമായിട്ടും ഈ പരിശീലന കളരിയിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലൊരു ആത്മവിശ്വാസം നൽകുന്നതിന്റെ ഭാഗമായിട്ട് പുരാണ കഥകളും ഒക്കെയാണ് പറയുന്നത്. അതൊരു മൃദു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഈ പരാതിയിൽ പറയുന്നു. സുഗ്രീവൻ ആത്മവിശ്വാസം ഹനുമാന് നൽകുന്നതും അങ്ങനെ ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്നതും ഒക്കെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയുന്നത്. അങ്ങനെ ഹനുമാനെ പോലെ ഒരു കർമ്മയോഗിയാകണം എന്നുള്ളതാണ് ഓരോ ജീവനക്കാർക്കും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മതേതര സ്വഭാവത്തിലുള്ളതിൽ നിന്ന് മാറിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു. അത് ഈ ഉദ്യോഗസ്ഥർക്കുള്ളിലേക്ക് കുത്തിവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരിശീലന കളരി എന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധ കുറിപ്പ് ഇതിനോടകം തന്നെ ഈ ബാങ്ക് എംപ്ലോയീസ് ഇറക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അത് ധനകാര്യ മന്ത്രാലയത്തിന് ഒരു പരാതിയായിട്ട് കൂടി നൽകാൻ ഉദ്ദേശിക്കുകയാണ് അവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.